അന്നമ്മേ, നീ എത്ര ദിവസം ഇങ്ങനെ പട്ടിണി കിടക്കും? രാത്രിയിലും ഒന്നും കഴിക്കാൻ കൂട്ടാക്കാതെ കിടക്കുന്ന അന്നമ്മയെ നോക്കിക്കൊണ്ട് അലക്സിൻ്റെ പപ്പ ചോദിച്ചു. എനിക്ക് വിശപ്പില്ലാത്തത് കൊണ്ടാണ്, എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. അവർ കുറച്ച് കടുപ്പിച്ച് മറുപടി പറഞ്ഞു. നീ ആരോടാണ് ഈ ദേഷ്യവും വാശിയും കാണിക്കുന്നത്? ഇന്നലെ വരെ നിനക്കൊരു അസുഖം ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്ന് കുട്ടികൾ മാറിയപ്പോഴാണോ നിനക്ക് അസുഖം ഉണ്ടായത്? അയാൾ ദേഷ്യത്തോടെ അവരോട് ചോദിച്ചു. ഇച്ചായൻ എന്തെങ്കിലും വേണമെങ്കിൽ കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. എനിക്കൊന്നും വേണ്ട. അവർ വീണ്ടും വാശിയോടെ അയാളെ നോക്കി പറഞ്ഞു. നീ ഇനി എത്ര വാശി കാണിച്ചാലും ദേഷ്യം കാണിച്ചാലും ഒരു കാര്യവുമില്ല. കുട്ടികൾ ഇനി തിരിച്ചു വരില്ല. അവർക്ക് സ്വസ്ഥതയും സമാധാനമുള്ള ജീവിതമാണ് വേണ്ടത്. അതിവിടെ കിട്ടില്ലെന്ന് ഉറപ്പായതുകൊണ്ടാണല്ലോ അവർ മാറി താമസിക്കാൻ തയ്യാറെടുത്തത്. അയാൾ അവരെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞതും അവരതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. നിനക്ക് വേണമെങ്കിൽ കഴിക്ക്. ഞങ്ങൾക്ക് വയ്യേനെ നിർബന്ധിക്കാൻ. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവസാനം വീണ്ടും ഞങ്ങളെ തോൽപ്പിക്കാൻ നീ കാണിക്കുന്ന ഈ വാശിയുണ്ടല്ലോ, അതൊരിക്കലും ജയിക്കാൻ പോകുന്നില്ല. അയാൾ ദേഷ്യത്തോടെ അവരെ നോക്കി പറഞ്ഞുകൊണ്ട് വാതിലടച്ച് ഇറങ്ങിപ്പോയി. അവർ വീണ്ടും കട്ടിലിലേക്ക് കിടന്നു. അവരുടെ കണ്ണുകൾ അപ്പോഴും നിറയുന്നുണ്ടായിരുന്നു. അവർ ചെയ്ത ഓരോ തെറ്റുകളും അവരുടെ മനസ്സിലിരുന്ന് അവരെ കുത്തി നോവിച്ചുകൊണ്ടിരുന്നു. തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴി അലക്സും പാത്തും ഷോപ്പിങ്ങിനൊക്കെ കയറിയിട്ടാണ് വീട്ടിലേക്ക് മടങ്ങിയത്. രാത്രിയോടെയാണ് അവർ തിരികെ വീട്ടിലെത്തിയത്. ഇച്ചായ, ഞാൻ കുളിക്കാൻ പോകുവാണേ, അവൾ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോകാൻ തുടങ്ങി. പാത്തു, അവൾ പോകാൻ നിന്നതും അവൻ വിളിച്ചു. അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ തിരിഞ്ഞു നോക്കി. അത് ആ കവറിലൊരു സാരിയുണ്ട്, കുളിച്ചിട്ട് അതെടുക്കണം. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ നെറ്റിച്ചൊളിച്ചു. പ്ലീസ്, അവൻ കൊഞ്ചലോടെയുള്ള മുഖഭാവത്താൽ അവളോട് പറഞ്ഞതും അവൾ ചിരിച്ചു. പിന്നെ അവനെ നോക്കി നാണത്തോടെ തലയാട്ടിക്കൊണ്ട് അവൾ മുറിയിലേക്ക് പോയി. അവളുടെ നാണം കണ്ട് അവൻ്റെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞിരുന്നു. അവൾ മുറിയിലേക്ക് ചെന്ന് കവറുകളൊക്കെ എടുത്ത് തുറന്നു നോക്കി. അതിലൊരു കവറിൽ ഒരു റെഡ് കളർ സാരി ഉണ്ടായിരുന്നു. അവൾ അത് കണ്ട് ചിരിയോടെ ബാത്റൂമിലേക്ക് കയറി. പാത്തു കുളിച്ചിട്ട് ഇറങ്ങിക്കാണുമെന്ന് കരുതി അലക്സ് മുറിയിലേക്ക് ചെന്നതും തലമുടി കെട്ടിക്കൊണ്ട് കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുന്ന പാത്തുവിനെയാണ് കണ്ടത്. അവളെ കണ്ട അവൻ്റെ കണ്ണുകൾ വിടർന്നു. ചില്ലി റെഡ് കളർ അവൾക്ക് നല്ല ഭംഗിയായി ചേരുന്നുണ്ടായിരുന്നു. ആ ഒഴുക്കൻ സാരിയിൽ അവളുടെ ശരീരവടിവും എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. കഴുത്തിൽ അവൻ്റെ മിന്നുമാലയും കാതിലൊരു കുഞ്ഞു സ്റ്റഡ് കമ്മലുമാണ് അവൾ ഇട്ടിരുന്നത്. തലമുടി വെറുതെ അലസമായി കെട്ടി ഒരു ക്ലിപ്പ് ഇട്ടിട്ട് അത് ഒതുക്കി വെക്കുകയായിരുന്നു അവൾ. അതൊക്കെ കണ്ടതും അവൻ കുസൃതി ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു. തൻ്റെ പിറകിൽ അവൻ വന്ന് നിൽക്കുന്നത് കണ്ണാടിയിൽ കൂടി കണ്ട അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. അവൻ അവളുടെ പുറകിൽ ചെന്ന് നിന്നിട്ട് കുസൃതി ചിരിയോടെ സാരിക്കിടയിൽ കൂടി അവളുടെ നഗ്നമായ ഇടുപ്പിൽ കരങ്ങൾ കൊണ്ടൊന്ന് തഴുകി. ഇച്ചായ, അവൾ കുറുമ്പോടെ വിളിച്ചു. അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് വിളിച്ചു. പോയി കുളിച്ചിട്ട് വന്നേ. പിന്നെ കുളിക്കാൻ പാത്തു. അവൻ അവളുടെ നഗ്നമായ പുറത്ത് ചുണ്ടുകൾ ചേർത്ത് പറഞ്ഞതും അവൾ ചിരിച്ചു. നല്ല റൊമാൻറ്റിക് മൂഡിലാണല്ലോ, അവൾ കുറുമ്പോടെ ചോദിച്ചു. നിനക്ക് തോന്നുന്നില്ലേ പാത്തു? നീയൊന്നും ആഗ്രഹിക്കുന്നില്ലേ? അവൻ ചിരിയോടെ കണ്ണാടിയിൽ കൂടി കാണുന്ന അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ നാണത്തോടെ മുഖം കുനിച്ചു. പറയടി, നീ എന്നിൽ നിന്നൊന്നും ആഗ്രഹിക്കുന്നില്ലേ? അവൻ വീണ്ടും കുസൃതി ചിരിയോടെ ചോദിച്ചു. ഒന്ന് പോയേ ഇച്ചായ, അവൾ നാണത്തോടെ പറഞ്ഞു. എനിക്ക് വേണം പാത്തു. എത്ര ദിവസമായി ഇങ്ങനെ ടെൻഷൻ, പ്രശ്നങ്ങൾ. ഇന്ന് അതൊക്കെ ഒരു ഏകദേശ ധാരണയിലെത്തിയില്ലേ? പ്ലീസ്, അവൾ കൊഞ്ചി. അവൾ ചിരിയോടെ അവന് നേരെ തിരിഞ്ഞു. അവനും ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. അവൾ അവൻ്റെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. എൻ്റെ ഭാഗ്യമാണ് എൻ്റെ ഇച്ചായൻ. ഇന്നത്തെ കാലത്ത് ഇത്രയും നല്ലതുപോലെ പങ്കാളിയെ മനസ്സിലാക്കുന്ന ഒരു തുണയെ കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖം മുഴുവൻ ചുണ്ടുകൾ ചേർത്തു. എൻ്റെ പാത്തുവിനെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആരെ അയച്ചായ മനസ്സിലാക്കേണ്ടത്? അവൻ അവളുടെ മുഖം കയ്യിലെടുത്ത് അവളുടെ നെറ്റിയിൽ തിരികെ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു. ഇങ്ങനെ ചിരിക്കാതിരി പെണ്ണെ, എന്നെ കൊല്ലുന്നത് നിൻ്റെ ഈ ചിരിയാണ്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ഒന്നുകൂടി അവനെ നോക്കി ചിരിച്ചു. അവൻ അവളുടെ നഗ്നമായ ഇടുപ്പിൽ കൈ ചേർത്ത് അവളെ ഒന്നുകൂടെ അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. അവൾ നിറഞ്ഞ ചിരിയോടെ അവനെ നോക്കിയതും അവൻ അവളെ തൻ്റെ ഇരു കൈകളിലും താങ്ങിയെടുത്തുകൊണ്ട് കട്ടിലിനടുത്തേക്ക് നടന്നു. പിന്നെ പതിയെ അവളെ കട്ടിലിലേക്ക് കിടത്തി. അവൾ ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവനും അവളെ നോക്കി കുസൃതി ചിരിയോടെ ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിച്ചു. അവൾ നാണത്തോടെ തിരിഞ്ഞു കിടന്നു. പിന്നെ കൈകൾ കൊണ്ട് തൻ്റെ മുഖം മറച്ചു. ഷർട്ട് മാറ്റിയിട്ട് അവൻ അവളുടെ സൈഡിലേക്ക് കിടന്നുകൊണ്ട് അവളുടെ ശരീരത്തെ പുറകിൽ കൂടി വലയം ചെയ്തു. അവൻ്റെ കരങ്ങൾ സാരിക്കിടയിൽ കൂടി അവളുടെ നഗ്നമായ വയറിനെ തഴുകിയതും അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. അവൻ അവളുടെ മുടി മുന്നിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് അവളുടെ നഗ്നമായ പുറത്ത് ചുണ്ടുകൾ ചേർത്തതും അവളൊന്ന് ചിണുങ്ങി. അവൻ പതിയെ അവിടെ നാവുകൾ കൊണ്ടൊന്ന് തഴുകി. പെട്ടെന്ന് അവൾ അവൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചു. അവനും ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ഇങ്ങനെ കിടന്നാൽ ഒന്നും നടക്കില്ല പാത്തു, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കുറുമ്പോടെ അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അവനെ നോക്കി.
അവൻ അവളുടെ കവളിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് പതിയെ അവളുടെ ചുണ്ടുകൾ നുണഞ്ഞു തുടങ്ങി. അവളെ വേദനിപ്പിക്കാതെ പതിയാണ് അവൻ ചുംബിച്ചത്. അവൻ്റെ ചുംബനത്തിൽ അടിമപ്പെട്ടു പോയ അവൾ ഏതോ നിമിഷത്തിൽ അവനെ തിരികെയും ചുംബിച്ചിരുന്നു. അവളിൽ നിന്നും ശീൽക്കാരം പുറത്തേക്ക് കേൾക്കാൻ തുടങ്ങി. അതവനെ മത്തുപിടിപ്പിക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. ഒടുവിൽ തൻ്റെ പാത്തുവിനെ സ്വന്തമാക്കിയ അവൻ അവളിലേക്ക് തളർന്നു വീണിരുന്നു. അവളുടെ കണ്ണുകൾ ക്ഷീണം കൊണ്ടോ മയക്കം കൊണ്ടോ എന്തോ അടഞ്ഞു പോകാൻ തുടങ്ങി. പാത്തു, അവൻ അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചതും അവളൊന്ന് മൂളി. ഉറക്കം വരുന്നോ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ അതിനും ഒന്ന് മൂളി. അവൾക്ക് നല്ലതുപോലെ ഉറക്കം വരുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ അവളെ കിടത്തിയിട്ട് എഴുന്നേറ്റ് പോയി കുളിച്ചു. അവൻ കുളിച്ചിട്ട് വന്നപ്പോഴേക്കും അവൾ മയങ്ങിപ്പോയിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് കിടന്നിട്ട് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ തലയിൽ തലോടി. അവൻ്റെ ചൂടേറ്റ് അവൾ ഉറക്കത്തിലേക്ക് വീണതും അവനും അവളെ ചുംബിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു. പിറ്റേന്ന് രാവിലെ അലക്സിൻ്റെ നെഞ്ചിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഉറങ്ങുകയാണവൾ. പെട്ടെന്ന് അലക്സിൻ്റെ ഫോൺ റിങ് ചെയ്തതും അവൻ മനസ്സില്ലാ മനസ്സോടെ കണ്ണുകൾ തുറന്നു. നിർത്താതെ അടിക്കുകയായിരുന്നു ഫോൺ. അവൻ പാത്തുവിനെ തൻ്റെ നെഞ്ചിൽ നിന്ന് മാറ്റി തലയിണയിലേക്ക് കിടത്തിയിട്ട് ഫോൺ എടുത്തു. ഡേവിയായിരുന്നു. എന്താടാ രാവിലെ? അലക്സ് സംശയത്തോടെ ചോദിച്ചു. എടാ, ആൻറ്റി ഹോസ്പിറ്റലിലാണ്. എന്താടാ, മമ്മിക്ക് എന്താ പറ്റിയേ? അവൻ പെട്ടെന്ന് ടെൻഷനോട് ചോദിച്ചു. അത് കേട്ടാണ് പാത്തു കണ്ണുകൾ തുറന്നത്. അവൾ പുതപ്പ് ചുറ്റിക്കൊണ്ട് അവൻ്റെ ഒപ്പം കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. BP കൂടിയതാ രാവിലെ, ഡേവി പറഞ്ഞു. ഏത് ഹോസ്പിറ്റലിലാ? അലക്സ് സംശയത്തോട് ചോദിച്ചു. എന്തായി ചായ? ഹോസ്പിറ്റലെന്ന് കേട്ടതും അവൾ സംശയത്തോട് ചോദിച്ചു. അവൻ അന്നമ്മയുടെ കാര്യം പറഞ്ഞതും അവളുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. നീ വെച്ചോ, ഞങ്ങളിപ്പോൾ വരാം, അവൻ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. ഇച്ചായ, മമ്മി. അവൾ കരഞ്ഞുകൊണ്ട് അവനെ നോക്കി. ഒന്നുമില്ലടാ, പോയി കുളിച്ചിട്ട് വാ, നമുക്ക് അങ്ങോട്ട് പോകാം, അവൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി. പാത്തു ഡ്രസ്സ് ചെയ്തിറങ്ങി വന്നതും പാത്തുവും അലക്സും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങി. ഇച്ചായ, കാറിൽ കയറുന്നതിന് മുൻപ് അവൾ അവനെ വിളിച്ചു. അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ തിരിഞ്ഞു നോക്കി. മമ്മി എന്തേലും പറയുവാണെങ്കിൽ ഇച്ചായൻ സാധിച്ചു കൊടുക്കണം. ഇനിയും മമ്മിയെ വിഷമിപ്പിക്കരുത്, മതി വേദനിപ്പിച്ചത്, അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ സംശയത്തോടെ അവളെ നോക്കി. അറിയാം, ഇച്ചായൻ നല്ലതിന് വേണ്ടി തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. പക്ഷെ വേണ്ടിച്ചായ, നഷ്ടപ്പെട്ടു പോയതിനു ശേഷം ദുഃഖിച്ചിട്ട് കാര്യമില്ല. എത്രയൊക്കെ ആണെങ്കിലും ഇച്ചായൻ്റെ മമ്മിയല്ലേ. ജീവനോടെ ഇരിക്കുമ്പോൾ നമുക്ക് അവരുടെ വില അറിയില്ല ഇച്ചായ. നിസ്സാര കാര്യത്തിന് പോലും നമ്മൾ അവരോട് വഴക്കിടും, ഷൗട്ട് ചെയ്ത് സംസാരിക്കും. പക്ഷെ നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ അത് തീർത്താൽ തീരാത്ത വേദനയായിട്ട് മാറും. അതുകൊണ്ട് വേണ്ടിച്ചായ, മമ്മി വീട്ടിലേക്ക് തിരികെ ചെല്ലാൻ പറഞ്ഞാൽ പോലും ഇച്ചായൻ എതിർത്തൊന്നും പറയരുത് കേട്ടോ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനൊന്നും മിണ്ടിയില്ല. മമ്മിയുടെ കാര്യം ആലോചിച്ച് അവന് നല്ല വിഷമമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അവൻ കാറിലേക്ക് കയറിയതും അവളും അവൻ്റെ ഒപ്പം തന്നെ കയറി. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവർ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേർന്നു. പപ്പേ, എങ്ങനെയുണ്ട് മമ്മിക്ക്? അലക്സ് അയാളെ കണ്ട് സംശയത്തോട് ചോദിച്ചു. കുഴപ്പമില്ല മോനെ, ക്ഷീണമുണ്ട്, ട്രിപ്പ് ഇട്ടിരിക്കുകയാണ്, അയാൾ അവനെ നോക്കി പറഞ്ഞു. എന്താ പപ്പേ, പെട്ടെന്ന് എന്താ മമ്മിക്ക് ഇങ്ങനെ വരാൻ കാരണം? പാത്തു ചോദിച്ചു. വല്ലതും കഴിക്കണ്ടേ മോളെ? ഒന്നും കഴിക്കാതെ ഷുഗർ കുറഞ്ഞു. ഷുഗർ കുറഞ്ഞപ്പോൾ BP കൂടി, പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. നിങ്ങൾ പോയതിനു ശേഷം ഇതുവരെ നല്ലതുപോലെ ഭക്ഷണം പോയിട്ട് വെള്ളം പോലെ അവൾ കുടിച്ചിട്ടില്ല. ചിലപ്പോൾ കാണുമ്പോൾ വിഷമം വരാറുണ്ട്. പിന്നെ കരുതും കുറച്ച് വിഷമിക്കട്ടെ എന്ന്, അയാൾ വിഷമത്തോടെ പറഞ്ഞു. ഐഷുമോള്? അലക്സ് സംശയത്തോട് ചോദിച്ചു. പറഞ്ഞില്ല, ടെൻഷൻ അടിക്കില്ലേ? ഡേവിയും ഞാനും കൂടി ഇങ്ങ് കൊണ്ടുപോയിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് ഡേവി സണ്ണിയെ വിളിച്ചു പറഞ്ഞു. അവൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അയാൾ അവനെ നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി. മോ വാ, മോളെ വാ. അയാൾ അവരെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് മുറിക്കകത്തേക്ക് നടന്നു. അവർ അകത്തേക്ക് ചെന്നതും അന്നമ്മ കണ്ണടച്ചു കിടക്കുന്നതാണ് കണ്ടത്. അലക്സും പാത്തുവും അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നു. മമ്മി. അവൻ അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നു കൊണ്ട് അവരുടെ നെറുകയിൽ തലോടി വിളിച്ചതും അവർ പതിയെ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. മോനെ. അവർ പെട്ടെന്ന് അവനെ കണ്ടുകൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങി. മമ്മി, എന്തായി കാണിക്കുന്നേ? അവിടെ കിടക്ക്. അവർ എഴുന്നേൽക്കുന്നത് കണ്ടതും അലക്സ് ശാസനയോടെ അവരോട് പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ല മോനെ, നീ വന്നല്ലോ മമ്മിയെ കാണാൻ. ഇനി മമ്മിക്ക് അസുഖമൊന്നുമില്ല. വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. മോളെ വാ, നമുക്ക് പോകാം. അവർ സന്തോഷത്തോടെ അവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ മമ്മിക്ക് വയ്യെന്നറിഞ്ഞിട്ട് വന്നതാ, വീട്ടിലേക്ക് വരാൻ വന്നതല്ല. അലക്സ് അവരെ നോക്കി പറഞ്ഞതും അവരുടെ മുഖം പെട്ടെന്ന് മാറി. അവരെ കണ്ട സന്തോഷത്തിൽ നിന്നും അവരുടെ മുഖം വിഷമത്തിലേക്ക് മാറിയിരുന്നു. ഇച്ചായ. അവരുടെ മുഖം മാറിയത് കണ്ടതും പാത്തു അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു. നിങ്ങൾ വീട്ടിലേക്ക് വരില്ലേ? മമ്മിയോട് ഇപ്പോഴും ദേഷ്യമാണോ? അവർ വീട്ടിലേക്ക് വരുന്നില്ല എന്നറിഞ്ഞതും അന്നമ്മ സംശയത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി ചോദിച്ചു. മമ്മി എന്താ ആഹാരം കഴിക്കാഞ്ഞത്? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ വന്നത്? അവർ ചോദിച്ചതിന് മറുപടി പറയാതെ അലക്സ് തിരികെ ചോദിച്ചു. ആഹാരം ഇറങ്ങില്ല മോനെ, നിങ്ങളില്ലാതെ എങ്ങനെയാ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല.
അവർ ദയനീയമായി അവനെ നോക്കി. അതിന് അലക്സ് ഒന്ന് മൂളി. മോനെ, ഞാനിനി എങ്ങനെയാ നിങ്ങളോട് മാപ്പ് ചോദിക്കേണ്ടത്? അറിവില്ലാതെ മമ്മി ചെയ്തു പോയതാ. മോൻ എന്നോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഉണ്ടാകില്ല. ഞാനിവളെ എൻ്റെ ഐഷുമോളെ പോലെ നോക്കിക്കോളാം. ഒന്നിനും ഒരു കുറവും മമ്മി വരുത്തില്ല. സത്യം. വന്നൂടെ നിങ്ങൾക്ക് പഴയതുപോലെ അവിടെ എല്ലാവരുടെയും കൂടെ? ഞാൻ മോനോട് അപേക്ഷിക്കുകയാണ്. അവർ അപേക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ദയനീയമായി പറഞ്ഞു. അവരുടെ ദയനീയാവസ്ഥ കണ്ട് ഒരു നിമിഷം പാത്തുവിന് വിഷമം തോന്നിയിരുന്നു. അവൾ ദയനീയമായി അലക്സിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ എന്താണ് തന്നോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അവന് മനസ്സിലായിരുന്നു. മമ്മി, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? അവൻ ചോദിച്ചതും അവരെന്താണെന്നുള്ള രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇപ്പോൾ മമ്മി എന്നോടും ഇവളോടും ചെയ്തതുപോലെ നമ്മുടെ ഐഷുമോളോട് ശാലിനി ആൻറ്റിയാണ് ചെയ്തിരുന്നെങ്കിൽ മമ്മിയുടെ റിയാക്ഷൻ എന്തായിരിക്കായിരുന്നു? അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവർക്ക് പറയാൻ ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. മോനെ, അവർ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു. ഞാൻ ജസ്റ്റ് ചോദിച്ചു എന്നേ ഉള്ളൂ മമ്മി. അവൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവർ ദയനീയമായി പാത്തുവിനെ നോക്കി. മമ്മിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ? അവൻ സംശയത്തോടെ അവരോട് ചോദിച്ചതും അവർ ഇല്ലെന്ന രീതിയിൽ തലയാട്ടി. എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. പപ്പേ, ഞങ്ങൾ ഇറങ്ങുവാട്ടോ. അവൻ അവരെ ഒന്ന് നോക്കിയിട്ട് അവൻ്റെ പപ്പയെ നോക്കി പറഞ്ഞു. അതിനയാളൊന്ന് പുഞ്ചിരിച്ചു. ദേവി മരുന്ന് വാങ്ങാൻ പോയതല്ലേ? വരുമ്പോൾ പറഞ്ഞിരുന്നാൽ മതി, ഞാൻ വിളിച്ചോളാം. അവൻ അവരെ നോക്കി പറഞ്ഞു. പാത്തു അവനോട് എന്തു പറയണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു. ഇറങ്ങാം, അവൻ പാത്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ യാന്ത്രികമായി തലയാട്ടി. പിന്നെ അന്നമ്മയുടെ മുഖത്തേക്ക് നോക്കി. അവരും ദയനീയമായ അലക്സിനെയും പാത്തുവിനെയും നോക്കുകയായിരുന്നു. വെറും ഒരു അന്യരെ പോലെ തന്നെ വന്ന് കണ്ടിട്ട് പോകുന്നത് പോലെ അവർക്ക് തോന്നി. അവരുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. പാത്തുവിന് അവനോട് എന്തൊക്കെയോ പറയണമെന്നുണ്ടെങ്കിലും അവൾ ഒന്നും തന്നെ പറയാനാകാതെ നിന്നു. അലക്സ് ഒന്നുകൂടി അവരെ നോക്കിയിട്ട് പാത്തുവിനെയും കൊണ്ട് പുറത്തേക്കിറങ്ങി. ചാച്ചൻ പോകുവാണോ? അവർ പുറത്തേക്കിറങ്ങിയതും സണ്ണി അങ്ങോട്ട് വന്നിരുന്നു. ഇറങ്ങുവാടാ, ഐഷുമോൾ അറിഞ്ഞോ? അലക്സ് സംശയത്തോടെ അവനോട് ചോദിച്ചു. ഇല്ല, ദേവിച്ചായൻ പറഞ്ഞു പറയേണ്ടെന്ന്. ഒന്നാമത് അവൾക്ക് BP ഉണ്ട്. അതിൻ്റെ കൂടെ എന്തെങ്കിലും കേട്ട് BP കൂട്ടിയാൽ പിന്നെ അത് പ്രശ്നമാകും. ആൻറ്റിയായിട്ട് ഓരോന്ന് വരുത്തി വെക്കുമല്ലേ. അതിൻ്റെ കൂടെ അവളെ എന്തിനാ വിഷമിപ്പിക്കുന്നത്? സണ്ണി അവനെ നോക്കി പറഞ്ഞു. സാരമില്ല, അവളിപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുമല്ലേ, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അലക്സ് ചിരിച്ചു. പാത്തു, അങ്ങോട്ടേക്ക് വരുന്നില്ലേ മോളെ? സണ്ണി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ ദയനീയമായി അലക്സിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ ചാച്ചാ, മതി പിണക്കമൊക്കെ. രണ്ടുപേരും അങ്ങോട്ട് വന്നേ. ഐഷു ഇന്നലെ കൂടെ അത് പറഞ്ഞ് വിഷമമായിരുന്നു. എല്ലാവരും അവിടെ ഉള്ളപ്പോൾ നിങ്ങൾ മാത്രം മാറി നിൽക്കുന്നത് എല്ലാവർക്കും നല്ല വിഷമം ഉണ്ടാക്കുന്നുണ്ട്. എന്തിനാ വെറുതെ? ആൻറ്റി തന്നെ ആൻറ്റിയുടെ തെറ്റ് നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. വാ, സണ്ണി അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു. വരാടാ, അലക്സ് അവന് മറുപടി നൽകി. അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ സണ്ണി പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല. അലക്സ് അവനെ നോക്കി യാത്ര പറഞ്ഞിട്ട് നടന്നു. എടി മോളെ, നീയെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ നോക്ക്, അവൻ പാത്തുവിനെ നോക്കി പറഞ്ഞു. ഞാൻ പറഞ്ഞാലൊന്നും ഇച്ചായൻ കേൾക്കില്ല ചാച്ചാ. ഇനി ഇച്ചായൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. പാത്തു അവനെ നോക്കി മറുപടി പറഞ്ഞു. എല്ലാവരെയും പിരിഞ്ഞു നിൽക്കുന്നത് അവൾക്ക് നല്ല വിഷമമുണ്ടെന്ന് സണ്ണിക്ക് മനസ്സിലായിരുന്നു. അവൻ അവളുടെ കവളിൽ കൈവച്ചു. ചിലപ്പോൾ എല്ലാം നല്ലതിനു വേണ്ടിയായിരിക്കും മോളെ, വിഷമിക്കണ്ട. ചാച്ചൻ്റെ മനസ്സിൽ മുഴുവൻ നീയാണ്. അത്രയും പോരെ നിനക്ക്? ഇന്ന് പരസ്പരം മനസ്സിലാക്കുന്ന ഒരു തുണയെ കിട്ടുക എന്ന് പറയുന്നത്, അവർ നമ്മളോടൊപ്പം എല്ലാത്തിനും നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഭാഗ്യമാണ്. അതെന്തായാലും നിനക്കുണ്ട്. സണ്ണി ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു. കാരണം അത് സത്യമാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു.